ഞാൻ എണ്ണ തേച്ച് നിൽക്കും, എനിക്ക് കുളിക്കണം. എടി എന്നെ നീ മാത്രമല്ലല്ലോ, എന്നെ എണ്ണ തേപ്പിച്ച് നിർത്തിയേക്കുമല്ലേ? എനിക്കും കുളിക്കണമെന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ആദ്യം നമ്മളൊരു സോപ്പ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ പുറം ഭാഗം നമ്മൾ ഡീപ് ക്ലീൻ ആക്കാനുണ്ട്, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കവറല്ല, ഇത് നമുക്ക് കളയാം. ഇതിൽ അത്യാവശ്യം പൊടിയോ അഴുക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടല്ലോ, അപ്പൊ ഇത് നമുക്കൊന്ന് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കോ അണുക്കളോ കയറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യാം. ഈ സോപ്പ് തന്നെ പതപ്പിച്ചിട്ട് ബേസിക് ആയിട്ട് ആ പുറത്തുള്ള ആ ഒരു ലെയർ കളഞ്ഞിട്ട് മാത്രമേ സോപ്പ് നമ്മൾ ശരീരത്തോട്ട് എടുക്കാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ആക്ച്വലി ഇതുപോലെ ഒരു സോപ്പ് മേടിക്കുമ്പോഴത്തേക്ക് അതിപ്പോൾ കുളിക്കാനായിക്കോട്ടെ ബാത്റൂമിൽ വെക്കാനായിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോയ്ലറ്റ് സോപ്പാണോ ബാത്തിങ് സോപ്പാണോ എന്നുള്ളത് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതേ കവറിന്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ടോയ്ലറ്റ് സോപ്പ് ഗ്രേഡ് 3 വരുന്നതാണ്. അതുപോലെ തന്നെ TFM അഥവാ ടോട്ടൽ ഫാറ്റി മാറ്റർ 62% വരുന്നത്. അതായത് TFMന്റെ വാല്യൂ 50 കൂടുതലാണ്, ഫാറ്റി മാറ്ററിന്റെ അളവ് 50% കൂടുതലാണെങ്കിലാണ് അതൊരു ടോയ്ലറ്റ് സോപ്പ് ആവുന്നത്. 50 താഴെയാണെന്നുണ്ടെങ്കിൽ അത് ബാത്തിങ് സോപ്പാണ്. ആക്ച്വലി ബാത്തിങ് സോപ്പാണ് കുറച്ചുകൂടെ ജെന്റിലർ ആയിട്ടുള്ള, കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒക്കെ തരുന്നത്. പക്ഷേ ടോയ്ലറ്റ് സോപ്പിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ പവർഫുൾ ആണ്, ഓയിലിനെയും അതുപോലെ തന്നെ ഡേർട്ടിനെയൊക്കെ എടുത്ത് മാറ്റുന്നതിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കൂടുതൽ ഡ്രൈ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈ സ്കിൻ ഉള്ളവരോ അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ അലർജിക് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോയ്ലറ്റ് സോപ്പിനേക്കാളും ബാത്തിങ് സോപ്പാണ് ശ്രദ്ധിച്ച് മേടിക്കേണ്ടത് എന്നുള്ളതാണ്.